ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മുടെ അനിമോള്, ആദില, നൂറ, പിന്നെ മിന്നിയൊക്കെ കൂടി ആ ഒരു ജയിലിന്റെ ഒരു ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ അനീഷ് ആ വഴി ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മിന്നിയോ ആരോ പറയുന്നു അനീഷിനെ ഇനി സ്റ്റോർ റൂമിൽ കയറ്റരുതെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം ഫണ്ണായിട്ട് പറയുന്നതാണ്. അനീഷേട്ടൻ ഇനി സ്റ്റോർ റൂമിൽ കയറ്റരുതെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം ബിഗ് ബോസിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്. അനിമോള് അനീഷുമായിട്ടൊരു ചെറിയ രീതിയിലൊരു ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവര് മറ്റേ തിരുവനന്തപുരം സ്ലാങ് ഒക്കെ പഠിച്ചിട്ട് അതുകൊണ്ട് എന്തൊരു ചെയ്യണത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് കറക്റ്റ് സ്ലാങ് പിടിച്ച് അനിമോളുടെ ഒപ്പം തന്നെ കട്ടയ്ക്ക് അഭിനയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് അനീഷിന്റെ എന്റർടൈൻമെന്റ് എപ്പോഴും നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അനീഷ് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് സപ്പോർട്ട് ഇനിയും അനീഷിന് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി സപ്പോർട്ട് അനീഷിന് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ ഒന്നും ചെയ്യാതെ ഇളിച്ചോണ്ടിരിക്കുന്നവന്മാർക്ക് വരെ സപ്പോർട്ടുള്ള ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷ് കുറെ കൂടി എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. ആ ഒരു സാധാരണക്കാരൻ ഫാക്ടർ ഉണ്ട്. പിന്നെ അനീഷിന്റെ ഗെയിമിൻ്റെതായിട്ടുള്ള കുറെ ക്വാളിറ്റീസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല. അനീഷ് തെറി പറയാറില്ല, കുറ്റം പറയാറില്ല. പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഒരാളുടെ ഗെയിമിലെ നെഗറ്റീവ്സ് ആണെന്ന് പറയുന്ന പല നെഗറ്റീവ്സും അനീഷിന് ഇല്ല. അപ്പോൾ അനീഷ് കുറെ കൂടി ഈ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നൊരു കാര്യം വർക്ക്ഔട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ സീസണില് ടോപ്പ് 2-ലൊക്കെ തന്നെ അനീഷ് നിൽക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ആക്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അനിമോളും അനീഷും തമ്മിലുള്ള എപ്പിസോഡിന്റെ അവസാനം കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ലൊരു ആക്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. ബിന്നിയാണെങ്കിലും നൂറയാണെങ്കിലൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അണ്ണന് ഭയങ്കര ഒലിപ്പീരാണെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പിന്നെ അനീഷ് തന്നെ പറയുന്നുണ്ട് അനിമോൾക്ക് തിരുവനന്തപുരത്ത് ഭയങ്കര ഫാൻസ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചുമ്മാ ഫണ്ണായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. എല്ലാവരും ജിസേലിന്റെ എവിക്ഷനിലൊക്കെ ഷോക്കായിട്ടിരുന്നപ്പോൾ ഇവരിങ്ങനെ കോമഡി അടിച്ചവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.